നമ്മുടെ ലോകം 7 മിനിറ്റിൽ എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റ് പരമ്പരയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ ഏതാണ്ട് 10 കൊല്ലങ്ങളിൽ ഇതാദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡൻറ്റ് ചൈന സന്ദർശിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ബീജിങ്ങിൽ പോയി ഷീ ജിൻപിങ്ങുമായി സംസാരിച്ചു. വലിയ പ്രാധാന്യത്തോടുകൂടി ആ കൂടിക്കാഴ്ച ലോകം നോക്കിക്കണ്ടു. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധങ്ങളാണ് എന്നുള്ളതാണ് ഈ ലക്കം പോഡ്കാസ്റ്റ് പരാമർശിക്കുന്നത്. ഒരു കൂടിക്കാഴ്ച, 2 കഥകൾ. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിലും ഞാൻ പതിവായി നടത്തുന്ന അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. മെയ് 14-15 തീയതികളിലാണ് ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും അമേരിക്കയുടെയും ചൈനയുടെയും പരമോന്നത നേതാക്കൾ ബീജിങ്ങിൽ കൂടിക്കാഴ്ച നടത്തിയത്. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ തുടങ്ങി വെച്ചൊരു യുദ്ധത്തിൻ്റെ ആ യുദ്ധാന്തരീക്ഷത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് ശക്തികളായിട്ടുള്ള അമേരിക്കയും ചൈനയും രാഷ്ട്രത്തലവന്മാർ ചൈനീസ് തലസ്ഥാനമായ ബീജിങ്ങിൽ കൂടിക്കണ്ടത്. ഈ കൂടിക്കാഴ്ചയെ അതിൻ്റെ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് വളരെ പ്രാധാന്യമുള്ളൊരു കൂടിക്കാഴ്ച തന്നെയാണ്. എന്നാൽ ലോകരാഷ്ട്രീയത്തിൻ്റെ സങ്കീർണത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യങ്ങളും അതിൻ്റെ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്വതസിദ്ധമായ വാചാടോപത്തോടെയും വാഗ്ധോരണികളോടെയും ഡൊണാൾഡ് ട്രംപ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് വലിയ സൂപ്പർലേറ്റീവ്സ് ഉപയോഗിച്ച് സംസാരിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്ന വാർത്താക്കുറിപ്പുകൾ നോക്കിയാൽ വേറൊരു തരത്തിലുള്ള കഥയാണ്, വേറൊരു തരത്തിലുള്ള ആഖ്യാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഓരോരോ ആസ്പെക്ട്സ് ആയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. വാഷിങ്ടൺ പറയുന്നത് 2 രാഷ്ട്രങ്ങളും തമ്മിൽ വളരെ പ്രാധാന്യമുള്ള വാണിജ്യ കരാറുകൾ ഒപ്പിട്ടു എന്നാണെങ്കിൽ, ചൈന പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൈവാൻ വിഷയത്തിൽ അമേരിക്ക അതിര് കടക്കാതെ നോക്കണം എന്നുള്ളതാണ്. ഈ വാണിജ്യ കരാറുകളെക്കുറിച്ച് ചൈന നിശബ്ദത പാലിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള വാണിജ്യ കരാറുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം. കൂടിക്കാഴ്ചകൾക്ക് ശേഷം വൈറ്റ് ഹൗസ് പുറത്തുവിട്ട പ്രസ്താവനകളിൽ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പുറത്തുവിട്ട പ്രസ്താവനകളിൽ കാണാനില്ല. പത്രപ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞത് ദീർഘകാലമായി ചൈനയുമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ ഒത്തുതീർപ്പായി എന്നുള്ളതാണ്. ഏത് പ്രശ്നമാണ് സംസാരിച്ചത്, ഏത് പ്രശ്നമാണ് ഒത്തുതീർപ്പായത്, എന്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണോ ഇതെല്ലാം തീർപ്പായത് എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്തരം പ്രസ്താവനകൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നതാണ് വിശദാംശങ്ങളിലേക്ക് കടക്കാതെയുള്ള കാര്യങ്ങളാണ് സാധാരണ അദ്ദേഹം പറഞ്ഞു പോരാറുള്ളത്. എന്നാൽ യൂറേഷ്യ ഗ്രൂപ്പിൻ്റെ ചൈന ഡയറക്ടറായിട്ടുള്ള അമേരിക്ക ചൈന ബന്ധങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്ന അമാൻഡ ക്ഷിയാവോ പറഞ്ഞിരിക്കുന്നത്, ഈ വാചാടോപങ്ങൾ മാറ്റി നിർത്തിയാൽ, ഈ ബഹളങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ ഉച്ചകോടിയിൽ പ്രത്യേകിച്ച് പറയത്തക്കതായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അതായത് ഈ ഉച്ചകോടി പ്രത്യേകിച്ച് ഒരു നേട്ടവും കൈവരിച്ചിട്ടില്ല എന്നാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കൂടിക്കാഴ്ച 2 കഥകൾ, 2 ആഖ്യാനങ്ങൾ എന്ന്. ഇപ്പോൾ ഇറാൻ വിഷയം മാത്രം എടുത്താൽ ഈ 2 നെറേറ്റീവ്സ്, ഈ 2 ആഖ്യാനങ്ങൾ, ഈ 2 കഥകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാന് സ്വന്തമായി ആണവായുധം ഉണ്ടാകുന്നതിന് ചൈന എതിരാണെന്നും ചൈന അത്തരം കാര്യങ്ങൾ പങ്കുവച്ചുവെന്നും ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ടത് ലോകവാണിജ്യത്തിന് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ അമേരിക്കയുടെ നിലപാടിനൊപ്പമാണ് ചൈന എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസും ഈ ഉച്ചകോടിക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചൈന പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവുമില്ലാതെ അനാവശ്യമായി തുടങ്ങിവെച്ച ഒരു യുദ്ധം അവസാനിക്കേണ്ടതാണ്, അതിങ്ങനെ തുടരുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ്. ഇതാണ് ചൈനയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവന. ഈ ഡൊണാൾഡ് ട്രംപോ വൈറ്റ് ഹൗസോ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അത് ഇറാൻ്റെ ആണവായുധത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, കടലിടുക്കിൻ്റെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൻ്റെ കാര്യത്തിലാകട്ടെ, ചൈനയുടെ ഔദ്യോഗിക പ്രസ്താവനകളിൽ ഇത് കാണാനില്ല എന്നുള്ളതാണ് വൈരുദ്ധ്യം. ഇനി തൈവാൻ വിഷയത്തിലേക്ക് വന്നാലോ,
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കമാണ് തൈവാൻ വിഷയത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ളത്. തൈവാനെ കുറിച്ചുള്ള ചൈനീസ് നിലപാട്, തൈവാൻ്റെ മുകളിൽ ചൈനയ്ക്കുള്ള അവകാശവാദം, അതിനെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് എപ്പോഴും അമേരിക്ക പിന്തുടർന്നു പോന്നിട്ടുള്ളത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് തൈവാന് കൂടുതൽ ആയുധ സഹായം നൽകാനുള്ള കരാറുമായി മുന്നോട്ട് പോകണമോ എന്ന് അമേരിക്ക തീരുമാനമെടുത്തിട്ടില്ല, ആ തീരുമാനം മാറ്റിവെക്കും എന്നുള്ളതാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള മാർക്കോ റൂബിയോ പറയുന്നത് അമേരിക്കയുടെ തൈവാൻ നയത്തിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഈ ഉച്ചകോടി മൂലം വന്നിട്ടില്ല എന്നുള്ളതാണ്. തൈവാൻ വിഷയത്തിലുള്ള വൈരുദ്ധ്യം സത്യത്തിൽ ചൈനയുടെ കഥയോ അമേരിക്കയുടെ കഥയോ തമ്മിലുള്ള വ്യത്യാസമല്ല, ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും തമ്മിൽ ഉള്ള കഥാന്തരമാണ് ഞാൻ പറയുന്നത്. രണ്ടും രണ്ട് കഥകളാണ് പറയുന്നത്. എന്നാൽ ചൈനയാകട്ടെ വളരെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട് തൈവാൻ കാര്യത്തിൽ അമേരിക്ക അതിര് കടക്കരുത് എന്ന്. ഇനി നമുക്ക് വാണിജ്യത്തിലേക്ക് പോകാം. ഒരു വാചകം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് ഈ ഉച്ചകോടിക്ക് ശേഷം പറഞ്ഞത് രണ്ട് രാജ്യങ്ങളും ഫാന്റാസ്റ്റിക് ട്രേഡ് ഡീൽസ് ഒപ്പിട്ടു എന്നാണ്. ഏത് ട്രേഡ് ഡീൽസ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടില്ല. എന്നാൽ അമേരിക്ക അവകാശപ്പെടുന്നത് 200 ബോയിങ് ജെറ്റുകൾ അമേരിക്കയിൽ നിന്നും ചൈന വാങ്ങിക്കുവാൻ ഒപ്പിട്ടു എന്നാണ്, കരാറായി എന്നാണ്. എന്നാൽ അങ്ങനെ ഒരു കരാറിനെക്കുറിച്ച് ചൈന ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ചൈനീസ് കഥയിലുള്ള വ്യത്യാസം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഡ്രഗ് ട്രാഫിക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈറ്റ് ഹൗസ് കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അമേരിക്കയിലേക്കുള്ള ഫെൻറ്റാനൈലിൻ്റെ ഒഴുക്ക്, ആ ഒഴുക്കിന് കാരണം ചൈനയുടെ ഇടപെടലുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഉച്ചകോടിക്ക് ശേഷം അമേരിക്ക പറയുന്നത് ചൈന ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാമെന്നും ഈ ഫെൻറ്റാനൈലിൻ്റെ അമേരിക്കയിലേക്കുള്ള ഒഴുക്കിനെ തടയുവാൻ ചൈന നടപടികൾ സ്വീകരിക്കും എന്നുമാണ് അമേരിക്ക പറയുന്നതെങ്കിൽ ചൈന ഈ കാര്യം ചർച്ച ചെയ്തതായിട്ട് സമ്മതിക്കുന്നതേയില്ല. അപ്പോൾ ഞാൻ 3-4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഉച്ചകോടിയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു ഉച്ചകോടിക്ക് 2 കഥകളാണ് എന്നുള്ളതാണ്. നാം ഏത് കഥ വിശ്വസിക്കും? നാം ശ്രദ്ധിക്കേണ്ടത് 2 രാജ്യങ്ങളുടെയും കഥാഖ്യാനങ്ങൾക്കിടയിലുള്ള നിശബ്ദതയുടെ മേഖലകളെയാണ്. പരസ്പര സഹകരണം ഏറ്റവും ആവശ്യമുള്ള ഈ ലോക സാഹചര്യത്തിൽ പോലും ഈ 2 സമ്പന്ന രാഷ്ട്രങ്ങൾ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു സാഹചര്യം. അതിനാൽ ഇന്നത്തെ ലോകരാഷ്ട്രീയത്തിൽ ഒപ്പുവെച്ചതോ ഒപ്പുവെക്കാത്തതോ ആയ ഡയലോഗ്സിനേക്കാൾ പ്രധാനം ഓരോ രാജ്യങ്ങളും അതാത് ജനതകളോട്, സ്വന്തം ജനതകളോട് എന്ത് കഥ പറയുന്നു എന്നുള്ളതാണ്. ആ കഥകളാണ് നാം ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നടന്ന US ചൈന ഉച്ചകോടിയുടെ യഥാർത്ഥ പ്രസക്തി എന്നുള്ളത് ഈ കഥകൾ നമ്മളെങ്ങനെ വായിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലോകം 7 മിനിറ്റിൽ എന്ന ദില്ലി ദാലിയിലെ പോഡ്കാസ്റ്റ് പരമ്പരയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ. ദില്ലി ദാലി പോഡ്കാസ്റ്റുമായി തുടർന്നും സഹകരിക്കും.